അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅ്തു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. പ്രിയമുള്ളവരെ, പ്രത്യേകമായി ഒരു വോയിസിൽ വരാനുള്ള കാരണം, നാം നിലകൊള്ളുന്ന മാസം സ്വഫർ മാസമാണല്ലോ. സ്വഫറിലെ അവസാനത്തെ ബുധനാഴ്ചയെപ്പറ്റി നമ്മുടെ നാടുകളിലൊക്കെ ഒടുവിലത്തെ ബുധൻ, അല്ലെങ്കിൽ ചില നാടുകളിൽ ഒടുക്കത്തെ ബുധനാസ എന്ന് പറയാറുണ്ട്. ആ ഒടുവിലത്തെ ബുധൻ ഒരുപാട് ദിക്റുകൾ പറയാനും ചില ഖുർആനുകൾ ചില ഭാഗങ്ങൾ ഓതാനും വെള്ളത്തിൽ ഊതാനും എഴുതി ആ വെള്ളം കലക്കി കുടിക്കുന്ന പരിപാടി നമ്മുടെ നാടുകളിലുണ്ട്. ഇത് വെറും അന്ധവിശ്വാസവും നാടാചാരവുമായിട്ട് ചില ആൾക്കാരെങ്കിലും പരിചയപ്പെടുത്താറുണ്ട്. അതങ്ങനെ ശരിയല്ല. അത് കിതാബുകളിൽ നിലകൊള്ളുന്ന വിഷയങ്ങളാണ്, കിതാബുകൾ രേഖപ്പെടുത്തപ്പെട്ട വിഷയമാണ്. വെറും അന്ധവിശ്വാസമോ ഒരു തെളിവുമില്ലാത്തതായ കാര്യമോ അല്ല എന്ന് അറിയിക്കാനാണ് ഈ വോയിസിൽ വരുന്നത്. പൊതുവെ എല്ലാ മാസത്തും, അറബി മാസത്തിലെ എല്ലാ മാസത്തിൻ്റെ അവസാനത്തെ ബുധൻ, ഒടുവിലത്തെ ബുധൻ നഹ്സ് തന്നെയാണെന്നാണ് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിൻ്റെ അൽ ജാമിഉ സഗീർ എന്ന കിതാബിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സഫർ എന്നല്ല, മുഹറമാണെങ്കിലും എല്ലാ മാസമാണെങ്കിൽ ഏത് മാസവും അവസാനത്തെ ബുധൻ ചില കാര്യങ്ങൾ തുടങ്ങുന്നതും ചെയ്യുന്നതും കുറച്ചൊക്കെ സൂക്ഷിക്കൽ നല്ലതാണ്. അതിനേക്കാൾ ഏറ്റവും കുറച്ചും കൂടി അപകടം പിടിച്ച ദിവസമായിട്ട് നമ്മുടെ മുൻഗാമികൾ മഷായിഖന്മാർ അവരുടെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി കാണുന്നത് സഫറിലെ ഒടുവിലത്തെ ബുധനാണ്, അവസാനത്തെ ബുധനാഴ്ചയാണ്. കാരണം അന്നാണ് ഹബീബായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പനി ബാധിച്ചതും മൂർജിച്ചതും. ആ പനിയോടുകൂടെയാണ് പിന്നെ റബീഉൽ അവ്വൽ 12-ന് ഹബീബായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞ് റഫീഖുൽ അഅലയിലേക്ക് നീങ്ങുന്നത്. അതുകൊണ്ട് അന്നത്തതായ ദിവസം ചില പ്രത്യേകമായ വിപത്തുകളും ആഫത്തുകളും ഇറങ്ങുമെന്നും പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബുൽ മുഅ്തി മുഹമ്മദ് ബിൻ ഉമർ ബിൻ അലി നുവവി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർക്ക് ഫതുഹുൽ മുഈനിൻ്റെ മത്നിയായിട്ടുള്ള ഖുറത്തുൽ ഐനിന് ഒരു ഷറഹുണ്ട്, നിഹായത്തു സൈനി എന്ന്. ആ നിഹായത്തു സൈനിൻ്റെ തഖരീറാത്തിൽ, നിഹായത്തു സൈനിൻ്റെ ഭാഗമായിട്ടല്ല, അതിൻ്റെ തഖരീറിലായിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, വനഖല ബഅദുൽ ഫുളല അന്നഹു വറദ അന്നൽ ബലായൽ മുഖദ്ദറത ഫി സനതി തുൻഖലു മിനൽ ലൗഹിൽ മഹ്ഫൂദ് ഇല സമാഇ ദുനിയ ഫി ലൈലത്തി ആഖിരി അർബിഅ മിൻ ഷഹ്രി സഫർ എന്ന് പറഞ്ഞാൽ, സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച രാത്രി, നാളെ ബുധനാഴ്ചയാണെങ്കിൽ ഇന്ന് രാത്രി, ചൊവ്വ അസ്തമിച്ച ബുധൻ രാത്രി ലൗഹിൽ മഹ്ഫൂദിൽ നിന്ന് ഒരുപാട് ആ വർഷത്തിൽ ഇനി ദുൽഹിജ്ജ മാസം അവസാനിക്കുന്നത് വരെയാണല്ലോ നമ്മുടെ ഖമറിയായ വർഷം. ആ വർഷം അവസാനിക്കുന്നത് വരെയുള്ളതായ അള്ളാഹു വിധിച്ചതായ എല്ലാ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആഫത്തുകളൊക്കെ അന്നത്തെ രാത്രി ലൗഹിൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തിലേക്ക് ഇറക്കപ്പെടുമെന്നും അന്നത്തെ ദിവസം ചില പ്രത്യേകമായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതുപോലെ ബഹുമാനം അവിടെ പറയുന്നത് സലാമത്തിൻ്റെ 7 ആയത്ത് എഴുതി കുടിക്കാനാണ്. പിഞ്ഞാനത്തിലെ സാനിലെ ഒരു 7 ആയത്ത്, സലാമത്തിൻ്റെ 7 ആയത്ത്. അത് 1 സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, 2 സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ, 3 സലാമുൻ അലാ ഇബ്രാഹിം, 4 സലാമുൻ അലാ മൂസ വ ഹാറൂൻ, 5 സലാമുൻ അലാ ഇല്യാസീൻ, 6 സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ, 7 സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഇങ്ങനെ പറയുന്ന 7 സലാമത്തിൻ്റെ ആയത്തുകൾ ഒരു പിഞ്ഞാനത്തിൽ, ഒരു പാത്രത്തിൽ എഴുതി കുടിച്ചാൽ ആ വർഷം വിധിക്കപ്പെട്ടതായ ബലാകൾ അവനിക്ക് എത്തൂല എന്ന് മഹാരഥന്മാരായ മശായിഖന്മാരുടെ വഴിക്ക് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അബുൽ മുഅ്തി മുഹമ്മദ് ബിൻ ഉമർ ബിൻ അലി നുവവി റളിയല്ലാഹു അൻഹു തൻ്റെ നിഹായത്തു സൈനിൻ്റെ തഖരീറിൽ 67-ാം പേജിൽ പറയുന്നുണ്ട്. അതുപോലെ മുജറബാത്തു ദൈറബിയിലും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ അല്ലാമ അബ്ദുൽ ഹമീദ് അലിയുൽ ഖുദ്സി റളിയല്ലാഹു അൻഹു, ചില്ലറക്കാരനല്ല, മക്കത്തിലെ ഹറം ഷരീഫിലെ മുദരിസായിരുന്നു, പ്രഗൽഭനാണ്, വലിയ മഹാനാണ്. അവരാണ് തൻ്റെ ഖൻസുൻ നജാഹി വസ്സുറൂർ എന്ന കിതാബിൽ ഒരുപാട് കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അത് 1, യാസീൻ സൂറത്ത് ഓതുക. ഔദു ബിസ്മി കൂട്ടി യാസീൻ സൂറത്ത് അറിയാത്തവരാരും ഉണ്ടാകൂലല്ലോ. യാസീൻ സൂറത്ത് ഓതുമ്പോൾ സലാമുൻ
ഖൗലം മിർ റബ്ബിർ റഹീം എന്നുള്ള സ്ഥലത്തിലേക്ക് എത്തുമ്പോൾ അതിന് 313 പ്രാവശ്യം ഓതുക, ആവർത്തിക്കുക, റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് വെള്ളത്തിൽ ഊതുക അവസാനം വരെ. പിന്നെ വൈലൈഹി തുർജഊൻ എന്ന് വരെ യാസീൻ സൂറത്തിന് പിന്നെ കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ടും വെള്ളത്തിൽ വേണമെങ്കിൽ ഊതിയതിന് ശേഷം ആ വെള്ളം എല്ലാവർക്കും, വീട്ടുകാർക്ക് എല്ലാവർക്കും കുടിക്കാൻ കൊടുക്കുക. ഖുർആൻ ഊതിയ വെള്ളമാണല്ലോ, ബറക്കത്തുള്ള വെള്ളമാണല്ലോ. അങ്ങനെ മന്ത്രിച്ചാലും ഓതിയാലും ബറക്കത്തുണ്ടെന്ന് വളരെ പ്രബലമായ ഹദീസുകളിലൊക്കെ വ്യക്തമായ കാര്യമാണ്. അതുപോലെ ആ സൂറത്ത്, യാസീൻ സൂറത്ത് ഓതി തീർന്നതിന് ശേഷം അല്ലാഹുമ്മ അസ്രിഫ് അന്നാ ശർറ മാ യൻസിലു മിനസ് സമാഇ വമാ യഖ്റുജു മിനൽ അർള് ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്നുള്ള സ്വലാത്തും പറയുക. എന്നിട്ട് നേരത്തെ പറഞ്ഞതായ, എന്നിട്ട് തർത്തീബൊന്നുമില്ല, നേരത്തെ പറഞ്ഞതായ ആ 7 സലാമത്തിന്റെ ആയത്തുകൾ. അതുപോലെ ബുധനാഴ്ചൻ്റെ രാത്രി അഥവാ ചൊവ്വാഴ്ച അസ്തമിച്ച ബുധനാഴ്ച രാത്രി ഇശാ നമസ്കാരത്തിന് ശേഷം പിന്നെ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് ഒരു അഊദു ബിസ്മിയോടുകൂടെ 450 പ്രാവശ്യം പറയണമെന്നും യാ ലത്തീഫ് എന്നുള്ളത് 119 പ്രാവശ്യം പറയണമെന്നും ഒക്കെ 129 പ്രാവശ്യം എന്തോ അതിൻ്റെ അഭിജിതിയായ കണക്ക് കൊണ്ട് പറയണമെന്നും മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇന്നിപ്പോൾ വാട്സപ്പിൻ്റെ കാലമായതുകൊണ്ട് അത്രയും ഒരുപാട് ഓതേണ്ട കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ കിതാബുകളിൽ സ്ഥിരപ്പെട്ടതാണ്. ഇത് വെറും അന്ധവിശ്വാസമല്ല, വെറും നാടാചാരമല്ല, കിതാബുകളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. വേണ്ടുന്നവർക്ക് ചെയ്യാം. ഇത് ചെയ്യൽ ഫർളാണോ സുന്നത്താണോ എന്നൊന്നും ഞാൻ പറയുന്നതല്ല. വിശ്വാസമുള്ളവർക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഏതായാലും തെറ്റല്ല, ഒരു ഹറാമോ കറാഹത്തോ സംഭവിക്കുന്ന കാര്യമല്ല. ഇത് നല്ല നല്ല ദിക്റുകളും പരിശുദ്ധ ഖുർആൻ ഓത്തുകളുമാണ് ഇവിടെ പറയപ്പെട്ടത്. അത് അന്നത്തെ ദിവസം ചെയ്തു പോരുന്ന ഒരു പരിപാടി നമ്മുടെ മുൻഗാമികളായ ഉസ്താദന്മാർ, മഷായിഖ്മാർ കാണിച്ചു തന്നതാണ്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഇത് വലിയ ഷാഫി മദ്ഹബിലെ വലിയ പ്രഗത്ഭരായ പണ്ഡിതർ പ്രബലമായ മസലയായിട്ട് പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്. ഇത് മുജറബാത്ത്, അനുഭവജ്ഞാനമാണ്. അനുഭവജ്ഞാനമാകുമ്പോൾ ഒരു മരുന്നിന്റെ സ്ഥാനമാണ്. വേണമെങ്കിൽ വേണ്ടുന്നവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് ഉപേക്ഷിക്കാം. ഉപേക്ഷിക്കുന്നവർ ഇതിനെ ചെറുതായി കാണുന്നത് ശരിയല്ല, ഇതിന് തള്ളിപ്പറയുന്നത് ശരിയല്ല. നഹ്സു എന്നുള്ളത് പരിശുദ്ധ ഖുർആനിലും ചില ഹദീസുകളിലും സ്ഥിരപ്പെട്ട കാര്യമാണ്. ഫി അയ്യാമിൻ നഹിസാത്തിൻ എന്നുള്ള ആയത്തിന്റെ വിശദീകരണത്തിൽ ചില മുഫസ്സിരിങ്ങളായ ഇമാമിങ്ങൾ നഹ്സുള്ള ദിവസങ്ങളുണ്ട്, സഅദുള്ള ദിവസങ്ങളുള്ളത് പോലെ എന്ന് അവിടെ വിവരിക്കപ്പെടുന്നുണ്ട്. ഉലമാക്കളുടെ ഇടയിൽ അഭിപ്രായ ഭിന്നത സ്ഥിരപ്പെട്ട കാര്യമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിധിച്ചതായ എല്ലാ ബുദ്ധിമുട്ടുകൾ മഹലായി ഫضل കൊണ്ട്, അവൻ്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിങ്ങൾ, മശായിഖന്മാർ, ബദരീങ്ങളുടെ ബറകത്ത് കൊണ്ട് എല്ലാം തട്ടി ദൂരത്താക്കട്ടെ. നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളിൽ പെടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ഉള്ളവന് വേണ്ടി ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.